ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് കൈജു നമ്പർ 8 എന്ന് പറയുന്ന ജാപ്പനീസ് അനിമേ ടി.വി. സീരീസിന്റെ സീസൺ 1 9ാമത്തെ എപ്പിസോഡാണ്. സോ ഇനി 3 എപ്പിസോഡ് കൂടിയേ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞാൽ സീസൺ 1 അവസാനിച്ചു. സോ അടുത്ത നമ്മൾ ഏത് ആനിമയാണ് ചെയ്യേണ്ടതെന്ന് തീർച്ചയായിട്ടും താഴൊന്ന് കമന്റ് ചെയ്യുക. അപ്പോട്ട് സമയം കളയാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് തന്റെ ഓഫീസിൽ പോയിരിക്കുന്ന ഹോഷിനെയാണ്. കൈജു നമ്പർ 8 അതിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുമ്പോൾ ഒരു മനുഷ്യന്റെ കൂടെ തന്നെ ഫൈറ്റ് ചെയ്യുന്ന പോലെ തോന്നി. പിന്നെ കൈജു നമ്പർ 9 കണ്ട മനുഷ്യനെ പോലെയും മനുഷ്യന്റെ പോലെ രൂപം മാറാനും സംസാരിക്കാനും കഴിയും. ഇങ്ങനെയുള്ള കൈജൂസ് ഒക്കെ എങ്ങനെയുണ്ടാവുന്നേ എന്നവൻ ചിന്തിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ടെറസിലിരുന്നുകൊണ്ട് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാഫ്കേനെയാണ്. ആ ഒരു പെർസെന്റേജ് പ്രതീക്ഷ എനിക്ക് നിന്റെ മുകളിലുണ്ട് എന്ന് വൈസ് ക്യാപ്റ്റൻ പറഞ്ഞത് അവൻ ആലോചിക്കുന്നു. അവരെന്നെ വിശ്വസിക്കുന്നു, അത് ഞാൻ ഇല്ലാതാക്കരുത്. എന്റെ ആദ്യപടി ഞാൻ എന്തായാലും ഇപ്പോൾ എടുത്തു വെച്ചു എന്ന് പറഞ്ഞ് ഉറങ്ങാൻ വേണ്ടി പോവാണ് കാഫ്ക. അപ്പോഴാണ് അവൻ ആകാശത്തിലോട്ട് ശ്രദ്ധിക്കുന്നത്. അതെല്ലാം തന്നെ ഇവരുടെ ബേസിന് ചുറ്റും വന്നു വീഴുന്നു. പെട്ടെന്ന് തന്നെ എല്ലാവരും എഴുന്നേക്കുന്നു. ഓപ്പറേഷൻ റൂം എന്താ ഇവിടെ നടക്കുന്നേ? നമ്മുടെ ബേസിനകത്ത് ഒരുപാട് കൈജൂസ് വന്നു. ഇവരെല്ലാം നമ്മളെ ആകാശത്ത് നിന്നുമാണ് അറ്റാക്ക് ചെയ്യുന്നത്. അതിന്റെ അറ്റാക്കിംഗ് പെർസെന്റേജ് 6.1, 6.3, 6.2, 6.5. ഇത് വെച്ച് നോക്കുമ്പോ ഇതെല്ലാം ഹോഞ്ചോ ക്ലാസ് കൈജൂസ് ആണ്. ഇതേ സമയം തന്നെ ആ ഹോഞ്ചോ ഒരുപാട് സ്ഥലങ്ങൾ അറ്റാക്ക് ചെയ്യുന്നു. ഹേയ്, വൈസ് ക്യാപ്റ്റൻ ഹോഷിനോണ് സംസാരിക്കുന്നത്. ക്യാപ്റ്റൻ ഇപ്പോൾ സ്ഥലത്തില്ലാത്തത് കൊണ്ട് ഞാനാണ് നിങ്ങൾക്ക് ഓർഡർ തരുന്നത്. എല്ലാവരും പെട്ടെന്ന് തന്നെ ബാറ്റിൽ സ്റ്റേഷനിലോട്ട് പോവാ. ഡ്യൂട്ടിയിലില്ലാത്ത ഓഫീസേഴ്സിനോടും വരാൻ പറയണം. പെട്ടെന്ന് തന്നെ എല്ലാവരോടും ഒരു ഫൈറ്റിന് തയ്യാറാവാൻ പറ. ഇവിടെയുള്ളവരൊക്കെ ട്രെയിനിങ് ഗ്രൗണ്ടിലോട്ട് കൊണ്ടുപോവാ. അതിലൊന്നുപോലും ജീവനോടെ പുറത്തു പോവരുത് എന്ന് വിളിച്ച് പറയാണ് വൈസ് ക്യാപ്റ്റൻ. സോ ഇവരുടെ ബേസിന് പുറത്തൊന്നും അറ്റാക്ക് ചെയ്യാത്തത് കൊണ്ട് അവരുടെ ലക്ഷ്യം ഈ ബേസ് ആണെന്നുള്ള കാര്യം വൈസ് ക്യാപ്റ്റന് മനസ്സിലാവുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ കാഫ്കേനെയാണ്. എന്താ ഇവിടെ നടക്കുന്നേ? ഈ ബേസ് മുഴുവനായിട്ടും കത്തിയല്ലോ. എന്ത് വൈവൻ ടൈപ്പ് കൈജൂസോ? ഇത് ശരിക്കും നല്ലതിനല്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടുവാണ് കാഫ്ക. അപ്പോഴാണ് അവനൊരു കാര്യം ഓർമ്മ വരുന്നത്. എന്ത് വൈവൻ ടൈപ്പ് കൈജൂസോ? ഇല്ല, ഒരു മിനിറ്റ്, ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. ഹേയ്, റൈഫിൾസ് യൂസ് ചെയ്യുന്നവരോട് ബേസിന്റെ സെന്ററിലോട്ട് വരാൻ പറ. അവരെ അവിടെ വെച്ച് ഷൂട്ട് ചെയ്യാം. എസ് ആർ എന്ന് പറയാണ് മറ്റുള്ളവർ. ഇതേ സമയമാണ് ഹേയ് വൈസ് ക്യാപ്റ്റൻ എന്നൊരു വിളി കേൾക്കുന്നത്. ഹേയ് കാഫ്ക, ജീവനോടെ ഉണ്ടോ? അതെ, ഇവിടെ നടക്കുന്നത് എന്തോ ശരിയല്ല. എന്തുപറ്റി? നമ്മൾ എല്ലാ വർഷവും ഏകദേശം 12 വൈവൻ കൈജുകളെ കാണാറുണ്ട്. പക്ഷെ അത് ഓരോന്നും 12 സമയങ്ങളിലായിട്ടാണ് വരാറ്. പക്ഷെ ഇവരിവിടെ വന്നിരിക്കുന്നത് ഒരു ഗ്രൂപ്പായിട്ടാ. അതെ, ഇതിൽ നിന്നും ഒരു കാര്യം ഉറപ്പാണ്. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഹോജുക്കളെ കൺട്രോൾ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശക്തിയില്ല. എന്തോ ഒന്ന് ഇവിടെയുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഒരുപാടധികം പവർഫുൾ ആയിരിക്കും എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുകയാണ് വൈസ് ക്യാപ്റ്റൻ. അപ്പോഴാണ് അവൻ ആ കാഴ്ച കാണുന്നത്. ഞാൻ കണ്ടുപിടിച്ചു, ഇവിടെയുള്ള മനുഷ്യരിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് നീയാണോ? ഇതിനെ കൊണ്ട് സംസാരിക്കാൻ പറ്റുമോ? നീ ശരിയായിട്ടുള്ള ആളുടെ മുമ്പിലോട്ട് തന്നെയാ വന്നിരിക്കുന്നത്. അത് ഞാനാ. ഓ, അപ്പൊ ഞാൻ ശരിയായിട്ടുള്ള സ്ഥലത്തോട്ട് തന്നെയാ വന്നിരിക്കുന്ന ആ ഹാൻജോയുടെ അറ്റാക്കിംഗ് പെർസെന്റേജ് 8.3. ഇതൊരു ഡൈ കൈജുവാ. ഇത് കേട്ട് ഫോഴ്സ് എല്ലാവരും ഞെട്ടുന്നു. ഇക്കറുക കേൾക്കുന്നുണ്ടോ? യെസ് സാർ. ഈ ഫൈറ്റ് നീ വേണം കമന്റ് ചെയ്യാൻ. വന്നിരിക്കുന്ന ഒന്നിനെയും ഈ ബേസ് വിട്ട് പുറത്തു പോകാൻ അനുവദിക്കരുത് എന്ന് വൈസ് ക്യാപ്റ്റൻ പറയുന്ന സമയത്താണ് ആ കൈജു പെട്ടെന്ന് ഇവനെ അറ്റാക്ക് ചെയ്യുന്നത്. എന്നാൽ ജസ്റ്റ് മിസ്സിന് വൈസ് ക്യാപ്റ്റൻ അതിൽ നിന്നും രക്ഷപ്പെടുന്നു. ഓ, രക്ഷപ്പെട്ടോ? ഇത് തന്നെയാ ഞാനും ആഗ്രഹിച്ചത്. എന്നാ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാണ് വൈസ് ക്യാപ്റ്റൻ. തീർച്ചയായിട്ടും ഇത് ഞാൻ തന്നെ നേരിട്ടേ പറ്റൂ. ഞാൻ ആഗ്രഹിച്ച സമയം വന്നു കഴിഞ്ഞു. നിന്റെ മരണം എന്റെ കൈകൊണ്ട് എന്ന് പറഞ്ഞ് ആ കൈജു അവിടെ ഉറക്കെ ശബ്ദം ഉണ്ടാക്കുന്നു. ഇത് കേട്ട് യോജോസും അവിടെ ശബ്ദം ഉണ്ടാക്കുന്നു. ഇതിന്റെ ശബ്ദത്തിന് അത് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇവർ ഈ ബേസിനെ അറ്റാക്ക് ചെയ്യാനാ വന്നിരിക്കുന്നത് എന്ന് ചിന്തിക്കുകയാണ് വൈസ് ക്യാപ്റ്റൻ. പെട്ടെന്ന് അതാ ആ കൈജു ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതിന്റെ ഒരു ഇടി പോലെയാണ് വരുന്നത്. ഒന്ന് എന്റെ മേത്ത് കൊണ്ടാ മതി, എന്റെ കാര്യത്തിൽ തീരുമാനവും. പിന്നീട് നമ്മൾ കാണുന്നത് തന്റെ സോഡ് ഉപയോഗിച്ച് അതിനെ അറഞ്ചം പുറഞ്ചം വെട്ടുന്ന വൈസ് ക്യാപ്റ്റനെയാണ്. ഓ, ഇതിന്റെ സ്കിൻ നമ്പർ 8നേക്കാൾ ഹാർഡാണ്. അവിടെ കട്ട് ചെയ്ത ഗണ്ണ് വെച്ച് യോജുക്കളെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇക്കറൊക്കെ ടീമിനെയാണ് നമ്മൾ കാണുന്നത്. എത്രയൊക്കെ ഷൂട്ട് ചെയ്തിട്ടും അതിനൊരു പോറൽ പോലും സംഭവിക്കുന്നില്ല. പെട്ടെന്ന് അതിവരെ അറ്റാക്ക് ചെയ്യുന്നു. ഹേയ്, കയ്യിൽ ഗണ്ണുള്ളവരെല്ലാവരും പെട്ടെന്ന് ഓസിലേറ്റർ മൂഡിലോട്ട് മാറ്റി. പെട്ടെന്നാണ് ഇയർഫോൺ വഴി അവരൊരു ശബ്ദം കേൾക്കുന്നത്. അതിനെ നേരിട്ട് അറ്റാക്ക് ചെയ്യരുത്. ഈ ശബ്ദം കാഫ്ക അതിന്റെ ബാക്കിലൂടെ ചെന്ന് അറ്റാക്ക് ചെയ്യും. കാരണം 03 റിപ്പോർട്ട് ചെയ്ത അതേ ടൈപ്പ് കൈജൂസ് ആണ് ഇതും. അതിനെ നേരിട്ട് അറ്റാക്ക് ചെയ്യാൻ വളരെയധികം സിമ്പിൾ ആണ്. പക്ഷെ അതിന്റെ പുറകു ഭാഗത്ത് എവിടെയാണ് അതിന്റെ കോർ ഇരിക്കുന്നത്. സോ അതിന്റെ വെയിറ്റ് കുറക്കാൻ വേണ്ടി അതിന്റെ പുറകു ഭാഗത്തുള്ള സ്കിൻ വളരെയധികം തിന്നായിരിക്കും. പറഞ്ഞു തന്നതിന് നന്ദി കാഫ്ക. ഇത് കേട്ട് ഡിഫൻസ് ഫോഴ്സ് അതിന്റെ പുറകിൽ നിന്നും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഹേയ്, കുറച്ചു പേർ മുമ്പിൽ നിന്നും അതിന്റെ ശ്രദ്ധ തിരിക്ക്. ഇതേ സമയം ബാക്കിയുള്ളവർ അതിന്റെ പുറകിൽ പോയി അറ്റാക്ക് ചെയ്യേ. ഞാൻ മുന്നിൽ നിന്നും അറ്റാക്ക് ചെയ്യാം, നീ പുറകിലോട്ട് പോ എന്ന് പറയുകയാണ് കാഗുറാക്കി.
സോ പെട്ടെന്ന് തന്നെ അതിന്റെ പുറകിലെത്തിയ ഹറൂച്ചി എന്റെ മുഴുവൻ കോമ്പാറ്റ് പവർ യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നേ എന്ന് പറയുന്നു. പെട്ടെന്നാണ് അങ്ങോട്ട് മറ്റൊരു കൈജുവിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത്. എന്ത്, രണ്ട് കൈജുവും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്നു? സോ ഇതേ കാര്യം തന്നെയാണ് എല്ലാവരുടെ അടുത്തും നടക്കുന്നത്. ഒരു കൈജുവിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് മറ്റേ കൈജു രക്ഷിക്കുന്നു. ഏയ്, അതിന് ചാൻസേ ഇല്ല എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണ് കാഫ്ക. ഇനി നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്നാണ് ഇതിനെ ഇല്ലാതാക്കാൻ വേറൊരു വഴിയുണ്ട് എന്നൊരു ശബ്ദം കേൾക്കുന്നത്. കീഗുരു. പെട്ടെന്നാണ് മിന്നൽ വേഗത്തിൽ അങ്ങോട്ടൊരാൾ ഓടി വരുന്നത്. അതിൽ നിന്നും അതിന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ കീഗുരു അവളുടെ പുതിയ വെപ്പൺ യൂസ് ചെയ്ത് അതിനെ അങ്ങ് അറ്റാക്ക് ചെയ്യുന്നു. എന്റെ മുഴുവൻ ശക്തി ഉപയോഗിച്ച് അതിന്റെ മുൻപിൽ നേരെ പോയി അറ്റാക്ക് ചെയ്യുന്നതാണ് ആ വഴി എന്ന് അവൾ മാസായിട്ട് പറയുന്നു. സോ അവിടെ കട്ട് ചെയ്ത് നമ്മൾ കാണുന്നത് കാച്ചിക്കാവ ബേസ് അണ്ടർഗ്രൗണ്ട് വെപ്പൺ സ്റ്റോർ റൂമാണ്. എന്ത്, എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ വെപ്പണോ? ക്യാപ്റ്റൻ ആയാലേ ഇങ്ങനെയൊക്കെ കിട്ടുമെന്നാ ഞാൻ കേട്ടിട്ടുള്ളത്. അതെ, ശരിയാണ്. പക്ഷെ നിനക്ക് തന്ന അത് നന്നായിരിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നി. ഈ വർഷം വന്ന കൈജൂസിന്റെ എണ്ണവും അതിന്റെ പവേഴ്സും ഒരുപാടധികം കൂടിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ ബേസിലിരിക്കുന്ന മൂന്നാമത്തെ പവർഫുൾ ഓഫീസർ നീയാ. അതുകൊണ്ട് നിന്നെ മെയിൻ ഫോഴ്സിൽ ചേർക്കാൻ പോവാ എന്ന് പറഞ്ഞ അവൾക്കൊരു വെപ്പൺ കൊടുക്കുവാണ് ക്യാപ്റ്റൻ. കീഗുരു, ഇപ്പൊ തൊട്ട് ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും കഴിഞ്ഞ നീയാണ് പവർഫുൾ ഓഫീസർ. കൈജുവിനെ ഇല്ലാതാക്കുന്നതാണ് നിന്റെ ലക്ഷ്യം. അങ്ങനെ വീണ്ടും പ്രസന്റ് ആണ് കാണിക്കുന്നത്. കുഴപ്പമില്ലല്ലോ, പ്രോട്ടോടൈപ്പ് വെപ്പൺ ആണെങ്കിലും ഇത് വെച്ച് പുല്ല് പറിക്കുന്ന ലാഘവത്തോടെ അതിനെ കൊല്ലാം. പക്ഷെ കാണാൻ തന്നെ ബോറിംഗ് ആയിട്ടുള്ള ഈ വെപ്പൺ എനിക്ക് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. ഇതേ സമയം താഴെ കിടക്കുന്ന കൈജു ഇവളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. അത് ഇവളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്താണ് മുകളിലൂടെ ചാടി വന്ന കീഗുരു അതിന് നേരെ പോകുന്നു. 2 വർഷം മുൻപ് ഷിനോക്കാവയിൽ ഇല്ലാതാക്കിയ കൈജുവിന്റെ പവേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ വെപ്പൺ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ട്രിഗർ പ്രസ് ചെയ്ത ഇതിൽ നിന്നും ഷോക്ക് വേവ്സ് പുറത്തു വരും. സോ ആ ഇലക്ട്രിക് വേവ്സ് യൂസ് ചെയ്ത് ആ ഹാഞ്ചുവിനെ ഇവൾ ഇല്ലാതാക്കുന്നു. പെട്ടെന്നാണ് അങ്ങോട്ട് മറ്റൊരു ഹാഞ്ചു കൂടി വരുന്നത്. എന്നാൽ അതിനെയും വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഇവൾ അറ്റാക്ക് ചെയ്യുന്നു. എന്നെ ഇത് കണ്ട് റീനോ, ഇതാണോ നിനക്ക് സ്യൂട്ട് ആവുന്നില്ലെന്ന് പറഞ്ഞ് ഇത് നിനക്ക് പറ്റിയ വെപ്പണ എന്നവൻ പറയുന്നു. പെട്ടെന്നാണ് മറ്റൊരു ഹാഞ്ചു പറന്നു വന്ന് ഇവളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്നാൽ റീനോ പെട്ടെന്ന് തന്നെ അതിനെ ഫ്രീസ് ആക്കുന്നു. കീഗുരു, കുറച്ച് കെയർഫുൾ ആയിട്ടിരിക്കുക, കാരണം ഇതെല്ലാം തന്നെ ആകാശത്തു നിന്നുമാണ് വരുന്നത്. സോ നമ്മുടെ റെനോ ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ ഒരുപാടധികം പവർഫുൾ ആയി മാറിയിരിക്കുന്നു. സോ അങ്ങനെ അവർ രണ്ടുപേരും കൂടി ചേർന്ന് ആ ഹാഞ്ചുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നു. ഇതുപോലെ നമുക്ക് ഒരുമിച്ച് നിന്ന് മറ്റുള്ളതിനെ നേരിട്ടാലോ എന്ന് ചോദിക്കുകയാണ് ഷിനോമിയ. തീർച്ചയായിട്ടും എന്ന് പറഞ്ഞ് മുമ്പിൽ വരുന്നതിനെല്ലാം അവർ രണ്ടുപേരും അറ്റാക്ക് ചെയ്യുന്നു. എന്നെ ഇത് കണ്ട് കാഗുറാഗിയോ ഹറൂച്ചിയും നമുക്ക് ഇതുപോലെ ഒരുമിച്ച് നിന്ന് അറ്റാക്ക് ചെയ്താലോ എന്ന് ചോദിക്കുന്നു. സോ അവിടെയുള്ള എല്ലാ ഹോജോസിനെയും അവർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഇതെല്ലാം തന്നെ ഇയർഫോണിലൂടെ കേൾക്കുന്നുണ്ട് വൈസ് ക്യാപ്റ്റൻ. എല്ലാവരും അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്കുള്ള പ്രശ്നം ഈ ഒരു ഹാഞ്ചു ആണ്. ഇത് വളരെയധികം പവർഫുൾ ആണെന്ന് മാത്രമല്ല, ഇത് എന്റെ കൂടെ കളിച്ചോണ്ടിരിക്കുക എന്ന് പറഞ്ഞ് വൈസ് ക്യാപ്റ്റൻ അവിടെയുള്ള ട്രെയിനിങ് ഗ്രൗണ്ടിലോട്ട് പോകുന്നു. സോ അവനെ ഫോളോ ചെയ്ത് ആ കൈജു അങ്ങോട്ട് വരുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല, എല്ലാ കൈജൂസിനും ഇമോഷൻസ് ഉണ്ടാവില്ല, പക്ഷെ ഇതിനെങ്ങനെയാ? ഞാൻ ഒരുപാട് കൈജൂസിന്റെ കൂടെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും നിന്നെ പോലെയല്ല എന്ന് ഇത് കേട്ട കൈജു, നിന്നെ പോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരുത്തിനെ കഴിക്കാൻ വേണ്ടി എന്നെ കൊണ്ട് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഓ, നീ ഞാൻ വിചാരിച്ചതിനേക്കാൾ സ്ട്രോങ് ആണല്ലോ എന്നാ കൈജു അവനോട് പറയുന്നു. അപ്പോഴാണ് അതിന്റെ ഒരു കൈ അതാ അടർന്ന് താഴെ വീഴുന്നു. സോ ഇനിയാണ് ശരിക്കും വൈസ് ക്യാപ്റ്റന്റെ പവർ അവർ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അൺലിസ്റ്റഡ് കോമ്പാറ്റ് പവർ 92%. ഇതിന്റെ കാര്യത്തിൽ ഞാനിപ്പോ ഒരു തീരുമാനമാക്കി തരാം. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു ഹാഞ്ചുവിന് മുമ്പിൽ പെട്ടുപോകുന്ന ഒരു ലേഡിയാണ്. അവളെ ഇപ്പൊ കൊല്ലൂടാന്നും പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് കാഫ്ക അങ്ങോട്ട് ഓടി വരുന്നത്. അവനെ കൊണ്ട് വേഗത്തിൽ ഓടാൻ പറ്റാത്തത് കൊണ്ട് അവന്റെ കാല് മാത്രം അവൻ ട്രാൻസ്ഫോം ചെയ്യുന്നു. ഏയ് കാഫ്ക, നിന്റെ സ്യൂട്ടിന്റെ പവർ നീ ഉപയോഗിക്കാൻ പഠിച്ചോ? അതെ അതെ, ഞാൻ പഠിച്ചു. ഇതേ സമയമാണ് ആ കൈജുവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത്. പെട്ടെന്നാണ് ഷിനോമിയെയും റീനോയും അങ്ങോട്ട് വരുന്നത്. സീനിയർ, എന്തെങ്കിലും പറ്റിയോ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതിന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. പരിക്ക് പറ്റിയവരെ നിങ്ങൾ പോയി സഹായിക്കുക എന്ന് ഷിനോമി അവരോട് പറയുന്നു. ഇവരെപ്പോഴാ ഒരുമിച്ച് ചേർന്ന് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയേ എന്ന് ചിന്തിക്കുകയാണ് കാഫ്ക. ഹേയ് സീനിയർ, വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. നിങ്ങളിപ്പോ ഒരു ഫുൾ ഓഫീസറാണ്. ഹേ, കേൾക്കുന്നുണ്ടോ? നക്കനോഷിമ യൂണിറ്റ് വന്നു കഴിഞ്ഞു. ഓ, വൈകിപ്പോയതിന് ക്ഷമിക്കണം ഇക്കറുക. അതെ, ഇബ്നാസിന്റെ യൂണിറ്റ് വന്നു കഴിഞ്ഞു. ഓഫ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സീനിയേഴ്സ് കറക്റ്റ് ടൈമിന് തന്നെ വന്നു. ഹേയ്, ഞങ്ങൾ ഇറ്റക്കുറ ടീമിൽ നിന്നുമാണ് സംസാരിക്കുന്നത്. വെയർ ഹൗസ് ഏരിയ ഞങ്ങൾ സെക്യൂർ ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ കേട്ട് കാഫ്കയ്ക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ക്യാപ്റ്റൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് പോലും ഈ കൈജുനെ നമ്മൾ നന്നായിട്ട് നേരിട്ടു. ഓക്കെ മിനാസ, ഈ പരിക്ക് പറ്റിയവരെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് കാഫ്കയും മിനാസയും അവിടെ നിന്ന് ഓടുന്നു. ഇത് കൊള്ളാലോ. കിഗറോയും റെനോയും മാത്രമല്ല, എല്ലാവരും നന്നായിട്ട് എന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് എന്റെ ടീം, ഇതാണ് 3rd ഡിവിഷൻ. അവിടെ കട്ട് ചെയ്ത വീണ്ടും വൈസ് ക്യാപ്റ്റനെയാണ് നമ്മൾ കാണുന്നത്. ഇതിനു മുൻപ് നീ റോങ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടാവാം, പക്ഷേ എന്നെ പോലെ ഒരുത്തിന്റെ കൂടെ നിനക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. നീ എന്തേ ചെയ്യുന്നേ? എന്റെ കൈ വെട്ടിയ അതേ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണോ വീണ്ടും എന്നെ അറ്റാക്ക് ചെയ്യുന്നേ? നിന്റെ അടുത്തുനിന്നും ഇനിയും ഞാൻ ഒരുപാടധികം പ്രതീക്ഷിച്ചു. നീ എന്റെ എസ്കോസ്കെലട്ടൻ ഗ്യാപ്പുകൾ കറക്റ്റ് ആയിട്ട് എന്നെ കട്ട് ചെയ്യുന്നുണ്ട്.
സോ നെക്സ്റ്റ് നീ എന്താണ് കട്ട് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയാം. അതെന്റെ കൈയല്ലേ? ഇതേ സമയമാണ് വൈസ് ക്യാപ്റ്റൻ സെക്കൻഡ് സ്റ്റൈൽ യൂസ് ചെയ്ത് ഒരുപാട് ഭാഗത്ത് ഒരുമിച്ച് കട്ട് ചെയ്യുന്നത്. ഹേയ്, നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷെ ഇത് നന്നായിരുന്നു. ശരി, നമുക്ക് ഒന്നുകൂടി തുടക്കം തൊട്ട് തുടങ്ങിയാലോ എന്ന് പറഞ്ഞ ആ കൈജു വീണ്ടും റീജനറേറ്റ് ആവുന്നു. പെട്ടെന്ന് തന്നെ അവൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുവാണ് ആ കൈജു. ഇപ്പൊ നീ എന്റെ പവറിന്റെ അതേ ഈക്വലായി മാറിയിരിക്കുന്നു. പെട്ടെന്ന് തന്നെ വൈസ് ക്യാപ്റ്റൻ അതിനെ അറ്റാക്ക് ചെയ്യുന്നു. സോ അതിന്റെ കോർ പുറത്ത് കാണുന്നു. ഹേയ്, ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ. മറ്റുള്ളവരിൽ നിന്നും നിന്റെ കോർ വളരെയധികം ചെറുതാണല്ലോ. നമ്പർ 6 8 ഫ്ലോ സ്ലാഷർ എന്ന് പറഞ്ഞ് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു അറ്റാക്ക് അതിനെ നേരെ ഉപയോഗിക്കുന്നു. സോ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് പറഞ്ഞ് എല്ലാവരും സന്തോഷിക്കുകയാണ്. അപ്പോഴാണ് എന്തോ സ്ട്രേഞ്ച് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ഇല്ല, ഇത് തീർന്നിട്ടില്ല എന്ന് വൈസ് ക്യാപ്റ്റൻ പറയുന്നു. ഇതേ സമയം കാഫ്കയ്ക്ക് എന്തോ വിചിത്രമായിട്ടുള്ള ഫീലിങ്സ് വരുന്നു. ഏയ് കാഫ്ക, നിങ്ങൾക്കിത് പെട്ടെന്ന് എന്ത് പറ്റി എന്ന് മിനാസെ അവനോട് ചോദിക്കുന്നു. ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഓ, എനിക്കിത് എന്ത് പറ്റി? ട്രാൻസ്ഫോം ആവാത്തത് കൊണ്ട് എനിക്കൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സോ അപ്പോഴാണ് നമ്മൾ ആ കാഴ്ച കാണുന്നത്. വൈസ് ക്യാപ്റ്റന്റെ മുമ്പിലുണ്ടായിരുന്ന ആ കൈജു ഇപ്പോ ഒരു വലിയ ജീവിയായി മാറിയിരിക്കുന്നു. എന്തെവിടെ നടക്കുന്നേ? ഇതെങ്ങനെയാ വലുതായ? അതിന്റെ സ്കോറിന്റെ സ്ഥലം മാറിപ്പോയോ? അതുകൊണ്ടാണോ എനിക്ക് ഇല്ലാതാക്കാൻ പറ്റാഞ്ഞേ എന്ന് ചിന്തിക്കുകയാണ് വൈസ് ക്യാപ്റ്റൻ. ഇതേ സമയം ആ കൈജു വളരെയധികം ചൂടായിട്ടുള്ള സ്റ്റീം പുറത്തോട്ട് വിടുവാണ്. ചൂടിന്റെ കൂടെ അതിന്റെ അറ്റാക്കിംഗ് പെർസെന്റേജും കൂടുന്നുണ്ട്. അതിന്റെ അറ്റാക്കിംഗ് പെർസെന്റേജ് 9.0 ആയി മാറി. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാതെ വരയ്ക്കും. ബൈ.